ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രൈഡേ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മൾ മുറ്റത്തിലൊന്ന് ജസ്റ്റ് വന്ന് നോക്കുക എന്നിട്ടാണ് ചെയ്യുന്നത്. രാവിലെ എണീച്ചിട്ട് നമ്മൾ അടിച്ചുവാരലും അലക്കലും അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ പച്ചരിപ്പൊടിയിലും വെച്ചിട്ടുള്ളൊരു ദോശ. പച്ചരി പൊടി വെച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ടാക്കുന്ന ഒരു ദോശയാണ് കേട്ടോ, അരച്ചിട്ടുള്ള ദോശയല്ല. അപ്പോൾ ദോശേൻ്റെ ഷേപ്പ് കണ്ടിട്ടൊന്നും ആരും നോക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 9:30 ആകുമ്പോൾ നമ്മൾ കത്തലടക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു കേട്ടോ. അതിന് മുന്നേ നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അതിന് നിന്ന് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് കറി ദോശയും ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. ഈ കറിൻ്റെ റെസിപ്പി വേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ചെയ്തിനോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കത്തലെല്ലാം അടുക്കി കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള പരിപാടിയെല്ലാം ഏകദേശം നേരത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയെല്ലാം അരിഞ്ഞ് വെക്കും. അപ്പോൾ ഇങ്ങനെ വിചാരിക്കും ഇന്ന് ഉച്ചക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് ഉച്ചക്കാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഉച്ചക്കല്ല കേട്ടോ, നമ്മൾ രാത്രിയാണ് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജോലിയെല്ലാം രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഉള്ളിയും തക്കാളിയെല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഉച്ചത്തേക്കുള്ള ചോറും കറിയെല്ലാം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് രാത്രിത്തേക്കുള്ള ഉള്ളിയും തക്കാളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത്. വെള്ളിയാഴ്ച എല്ലായിടത്തും എന്തായാലും സ്പെഷ്യലായിട്ടുള്ള ഫുഡ് തന്നെയായിരിക്കും ഉണ്ടാവില്ല. നമ്മൾ ഈ ഭാഗത്തെല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാവരും വെള്ളിയാഴ്ച ചിക്കനോ ബീഫോ ബിരിയാണിയോ നെയ്ച്ചോറ് അങ്ങനെ എന്തായാലും തന്നെ ഉണ്ടാക്കൽ. പക്ഷെ നമ്മൾ ഉച്ചക്ക് ഇന്ന് സാധാരണ ചോറ് വയ്ക്കാൻ വിചാരിച്ച് രാത്രിത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും രാത്രിയും സെയിം ഫുഡ് തന്നെയാണ്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ തന്നെയാണ് രാത്രിയും കഴിക്കാറ് പൊതുവേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് സാധാരണ നോർമൽ ചോറ് കഴിക്കണമെന്ന് തോന്നിയോണ്ട് അങ്ങനെ അത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് പെരുന്നാളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച നമ്മളെന്ത് ചെയ്യുക, നമുക്ക് പെരുന്നാളും നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ഇല്ല അടുത്ത നെക്സ്റ്റ് ഒരു വെള്ളിയാഴ്ച എന്നിട്ട് ഒരിത് ഏകദേശം 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. ഇത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് ബിരിയാണിക്ക് എന്ന് വെച്ചാൽ വലിങ്ങനെയൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ നോർമൽ കറി വെക്കുന്ന ആ ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ബീഫെല്ലാം ഇവിടെ അലിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് വേഗം നമുക്ക് ഉള്ളിയും തക്കാളിയെല്ലാം കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ഞാൻ ഏകദേശം ഇവിടെ ഒരു 4 വെല്ലുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 തക്കാളിയും. ഇതെൻ്റെ ഒരു ഏകദേശം ഒരു ഊഹക്കണക്കാണ് കേട്ടോ. ചിലവർക്കെല്ലാം ബിരിയാണിക്ക് ഇത്ര ഉള്ളി കറക്റ്റ് ഇത്ര അളവിന് ഈ ഒരു അളവിൽ ഉള്ളി അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏകദേശം ഒരു അളവിൽ ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഇനി ഉള്ളിയും തക്കാളിയും നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതിൽ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ വോയിസ് ഓവറിൽ ചെറിയൊരു വോയിസിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കോൾഡും ഫീവറെല്ലാം ആയതുകൊണ്ട് അതിൻ്റേതായിട്ട് പ്രശ്നങ്ങളുണ്ട്. പെരുന്നാളെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫീവറെല്ലാം പിടിച്ചുകൊണ്ട് സൗണ്ടിൽ ഒരു ഇതുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വോയിസ് ഓവറിൽ കുറച്ചൊരു ഇതുണ്ടാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഉള്ളി കട്ട് ചെയ്യൽ. പക്ഷെ എന്നാലും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. വേറെ പണിയൊന്നുമില്ല, വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം വേഗം കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇനി നമുക്കടുത്ത ബീഫെല്ലാം ഒന്ന് ഐസ് അല്ലിട്ട് വേണം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ച് വെക്കുക. അപ്പോൾ ഇത് ഏകദേശം ഞാൻ എൻ്റെ കുളിയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഈ ഒരു ജോലിയെല്ലാം ചെയ്യാൻ തുടങ്ങുന്നത്. ബിരിയാണീൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് വീഡിയോ. എന്നാലും ഇതിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങളായിട്ട് മസാലേൻ്റെ ഭാഗങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം കട്ടാക്കി വെച്ചിട്ട് ഇനി നമ്മൾ ബീഫ് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയും ബീഫെല്ലാം അല്ലിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം നമുക്ക് ഇത് ഫ്രീസറിൽ നിന്ന് ജസ്റ്റ് അലിയാൻ വേണ്ടിയിട്ട് എടുക്കും. ഞാൻ 2 തൊട്ട് വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ബീഫിൽ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും ചൂടല്ല നമ്മൾക്ക് പുറത്ത്. അപ്പം ഇനി ബീഫിൻ്റെ ഈ കവറെല്ലാം ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയാൽ നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവരോട് എടുത്തുകൊണ്ട് പോകുമല്ലോ. ഇനി നമ്മുടെ ബീഫ് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുകയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് വേണമെങ്കിൽ അത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അത് വേവിച്ചെടുക്കുകയും. എനിക്ക് ഈ ഒരു ഇതിൽ തന്നെ വേണമെങ്കിൽ ഉള്ളിയും തക്കാളിയെല്ലാം ഇടാം. പക്ഷെ അങ്ങനെ ഇട്ടാൽ എന്തോ ഒരു ടേസ്റ്റ് പോലെ എന്നിട്ടാ തോന്നൽ. ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ആ ബീഫിൽ. നിങ്ങൾക്ക് ഞാൻ ചില ടൈം മഞ്ഞൾപ്പൊടിയും കുരുമുളക് മാത്രം ഇട്ടിട്ട് വേവിക്കും, ചില ടൈം മുളക് പൊടി ഇടുക. ഓരോരോ ടൈം ഓരോരോ രീതിയിൽ എന്നിട്ടാണ് ഉണ്ടാക്കൽ.
ഞാൻ ആദ്യം ബീഫ് വേവിക്കും, എന്നിട്ട് മസാല അങ്ങനെ സെപ്പറേറ്റ് ഇതാക്കിയേ ചെയ്യുള്ളൂ. ഒന്നിക്ക് കുക്കറിൽ മസാല ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പാനിൽ തന്നെ ഉണ്ടാക്കിയെന്ന് ചെയ്യൽ. രണ്ട് രീതിയിലും ഉണ്ടാക്കും കേട്ടോ, ടൈമിനനുസരിച്ചിട്ട്. നല്ല കുറേ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ്മേ തന്നെ പാനിലിട്ടിട്ട് വഴറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിലവടേറ്റ് നമ്മൾ കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കുന്നതാ ചെയ്യൽ. ഇന്ന് നമുക്ക് പെട്ടെന്ന് പണി തീർന്നുകൊണ്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എല്ലാം അരിഞ്ഞ് വെച്ച് സമാധാനത്തിൽ അങ്ങനെ ഉണ്ടാക്കി. ആദ്യം ഇതെല്ലാം വേവിച്ചിട്ട് അങ്ങനെ സമാധാനത്തിൽ അങ്ങനെ ആക്കിയെടുക്കും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു ഉച്ച ടൈം ഉണ്ട് അത്രേ. പെട്ടെന്ന് ബീഫിൽ വേവിച്ചെടുത്താൽ വൈകുന്നേരം നമുക്ക് മസാല ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത ഉള്ളി തക്കാളിയെല്ലാം ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി, ഫ്രിഡ്ജിലും അങ്ങനെ തന്നെ എടുത്ത് നോക്കി. ഇനി നമുക്ക് ഉച്ചക്കേക്ക് വേണ്ട, ഞാൻ പറഞ്ഞിട്ടില്ലേ നോർമൽ ചോറും കറിയാന്ന്. അതുകൊണ്ട് ഉച്ചക്കേക്ക് വേണ്ട മീൻ പൊരിക്കേണ്ട മീനെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വരികയും. ബീഫ് ഏകദേശം 5-6 വിസിൽ ലോ ഫ്ലെയിമിൽ ഞാൻ വിസിലടുപ്പിച്ചിട്ടാണ് എന്താ വേവിക്കുന്നത്. അത് അവിടെ അപ്പുറം മാറ്റി വെച്ചിട്ട് നമ്മൾ ഉച്ചക്കേക്കിൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കും. ഉപ്പുമുളകലും നേരത്തെ തേച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിന്. അപ്പോൾ നല്ലോണം മസാല പിടിക്കുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് മാന്ത എന്നിട്ടാണ് കിട്ടിയത്, ചെറിയ മാന്ത. അപ്പോൾ അതാണ് ഉച്ചക്കേക്ക് പൊരിച്ചെടുക്കുന്നത്. മാന്തൻ്റെ കറിയും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. കറി ഇതെല്ലാം പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കിന്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലിയെല്ലാം കയറില്ല. അപ്പോൾ ഒരു മീനും കൂടി പൊരിച്ചെടുത്താൽ മതി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കറിയും വറവലും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മീനെല്ലാം പൊരിച്ചെടുക്കുന്നത്. ഞാനങ്ങനെ മീൻ കഴിക്കാത്ത ആളാണ്. പക്ഷേ മാന്ത പൊതുവേ നോർമലി ഞാനങ്ങനെ ഒരുപാട് എല്ലാത്തരം മീനൊന്നും കഴിക്കുമല്ലോ. മാന്ത എനിക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ തന്നെയാണ്. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വെച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ തന്നെ. മീനെല്ലാം അവിടെ നിന്ന് പൊരിയുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി നമ്മൾ നേരത്തെ ബിരിയാണീൻ്റെ പരിപാടിയിലേക്ക് തന്നെ കിടക്കാം. അപ്പം മല്ലിച്ചപ്പെല്ലാം കട്ട് ചെയ്ത് വെക്കുകയും, മല്ലിച്ചപ്പെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ലോ അന്നേരം. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കുകയും. നമുക്ക് അങ്ങനെയാണ് ഏറ്റവും ഇഷ്ടം. ചില ടൈം പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ സമയമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാം ചടപടയെ ഉണ്ടാക്കും. അപ്പോൾ ഇത് നല്ലോണം ടൈം ഉണ്ടായതുകൊണ്ട് എല്ലാം നല്ല കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിരിക്കും ഉണ്ടാക്കാൻ. നമുക്ക് കുക്ക് ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നിടാൻ വേണ്ടിയിട്ട് മറക്കും, അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ. ഞാൻ മല്ലിച്ചപ്പെല്ലാം വേഗം നല്ലോണം കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കറിവേപ്പിലും എല്ലാം കഴുകിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെക്കുകയും. എന്നാൽ പയ്യെ മസാല ആക്കുമ്പോൾ എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കാമല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ അതിൻ്റെ അടുക്കാൻ നമ്മൾ പച്ചമുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയത്. പച്ചമുളകും എടുത്തിട്ട് പൊടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് മുമ്പേ നമുക്ക് ഉണ്ടായ പാത്രങ്ങളെല്ലാം വേവി കഴുകി വെക്കും. എന്നാൽ പിന്നെ നമ്മൾ പണി കുറഞ്ഞ് കിട്ടുമല്ലോ. പെട്ടെന്ന് എല്ലാം ജോലികളെല്ലാം ചെയ്തിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ഒരു ടൈമായി. അപ്പം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നിസ്കരിക്കാനും അങ്ങനെ പോയി. ബാക്കി എല്ലാവരും ചുമാക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിന് മുമ്പേ നമ്മൾ പച്ചമുളക് പേസ്റ്റും കൂടി അങ്ങനെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പച്ചമുളകെല്ലാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നിട്ടാ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യലെന്നല്ലോ. ഫ്രീസറിലും വെക്കാം, നമ്മൾ താഴെ വെക്കുന്നെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പച്ചമുളകിൻ്റെ അപ്പുറം തന്നെ ജസ്റ്റ് ഒന്ന് പച്ചമുളക് കുറവായതുകൊണ്ട് അരയാണ്ട് നിൽക്കണ്ട വിചാരിച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് ഞാൻ പൊടിച്ച് വെക്കുന്നിട്ടാണ് ചെയ്യുന്നത്. നല്ലോണം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇത് എന്നിട്ട് ലാസ്റ്റ് ഫുള്ളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം നല്ല എരിവില്ല പച്ചമുളകായതുകൊണ്ട് തന്നെ കുറച്ചധികം അരച്ച് വെച്ചിട്ട് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പേസ്റ്റെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം തന്നെ പാത്രത്തിൽ മാറ്റിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ മിക്സിൻ്റെ ജാറിലും കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് ബിരിയാണി വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ബീഫ് ബിരിയാണി. ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ ബീഫ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ അധികം ഓവറായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കലില്ല. ബീഫ് കിട്ടിയാൽ തന്നെ അല്ലെങ്കിൽ വാങ്ങിയാലോ നമ്മൾ കറിയാണ് അധികം ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കും, അതുകൊണ്ടാണ് തോന്നുന്നത് അത്രയും ഫേവറേറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി. അപ്പം ഇനി നമുക്ക് ഉച്ചക്കേക്കിൽ ഏകദേശം എല്ലാ പണികളും ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കൽ നിസ്കരിക്കൽ അങ്ങനത്തെ പണികളെല്ലാം ഉള്ളത്. അതിന് നമ്മൾ കിച്ചണെല്ലാം തുടച്ച് വെച്ചിട്ട് പോയാൽ ബാക്കി ഇനി വൈകുന്നേരം തുടങ്ങിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നിട്ട് ബാക്കി പണി തുടങ്ങും. ബാക്കി മസാലയെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. മസാലയും ചോറിലും ബാക്കി ചെയ്ത് വെച്ചാൽ മതി.
അപ്പോൾ നമ്മൾ നിസ്കാരം വലിയ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നിട്ടാ. ചോറാണ് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക്. പക്ഷെ എനിക്ക് അങ്ങനെ ചോറ് കഴിക്കുന്നതിനോട് അത്ര ഇഷ്ടമില്ല. ഞാൻ വെറും ചോറ് എപ്പോഴെങ്കിലും കഴിക്കും. ദോശ ആക്കിയോണ്ട് ഞാൻ പിന്നെ അങ്ങനെ രാവിലെ ഉച്ചക്കേക്ക് ഞാൻ 2 ദോശ ഇട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ദോശയില്ല, ഉഴുന്നിൻ്റെ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉഴുന്ന് ദോശയും എന്തെങ്കിലും മുളകിട്ട കറിയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉഴുന്ന് ദോശയും നല്ല മാന്തക്കറിയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ മാന്തക്കറിയാണ് കഴിക്കുന്നത്. അപ്പം ഉച്ചയ്ക്ക് കഴിക്കാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് വെറും ചോറ്, സാധാരണ നമ്മളെ ചോറും അതുപോലെ തന്നെ മാന്ത ഫ്രീ ഞാൻ പറഞ്ഞില്ലേ, മാന്ത പൊരിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ മാന്ത നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചതും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാന്ത പൊരിച്ചതും അതുപോലെ തന്നെ നമ്മളെ മീൻ കറിയും നല്ല മാന്ത തന്നെ നല്ല മുളകിട്ട മീൻ കറിയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ അടുക്ക് നമ്മൾ ബീഫിലും ഇവിടെ വിസിലെല്ലാം കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ലോണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറിന് കൂട്ടാനായിട്ട് നമ്മളെ വെള്ളരിയില്ലേ അത് വറവാക്കിയതും അതുപോലെ തന്നെ ഇന്നലത്തെ കുറച്ച് ചേന വറവും ഉണ്ടായി. ഇതെല്ലാം ഉച്ചക്ക് കഴിക്കാനുണ്ടായി. പക്ഷെ ഞാൻ അപ്പം ഉണ്ടായതുകൊണ്ട് അങ്ങനെ അപ്പം കഴിച്ചിട്ടാണുള്ളത്. ഫുഡിന് കഴിച്ചിട്ട് കുറേ സമയം അവിടെ ഇരുന്ന് ഫോൺ നോക്കിയിട്ട് ഇരിക്കലും കിടക്കലും എല്ലാം കയറിയിട്ട് വൈകുന്നേരം നിസ്കാരവും ചായയുടെയെല്ലാം കയറിയിട്ടാണ് ബാക്കി പണികളിലേക്ക് കിടക്കലിട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവേന്ന്. മസാല ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഏകദേശം കുറച്ച് ഇതിൽ മസാലേൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അടിപൊളി ബീഫ് ബിരിയാണീൻ്റെ മസാല ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഗീ ഒഴിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗീ ആണ് ഞാൻ അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് കുക്കറിൽ ഉണ്ടാക്കൽ. പക്ഷേ കുക്കറിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഏറ്റവും ടേസ്റ്റും എന്ത് മസാലയാണെങ്കിലും നമ്മൾ പാനിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയിൽ നല്ലോണം വഴറ്റിയിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. ഉള്ളിയിലും കുറച്ച് ഉപ്പിട്ടിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ചൊന്ന് വാടി വന്നാൽ നമ്മൾ ഫ്ലെയിമിൽ കുറച്ചിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് നല്ലോണം നമുക്ക് ഉള്ളി വേവിച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫ് വന്നിരുമോയെന്ന് നോക്കിയിരുന്നിട്ട് ബീഫിൽ ഇത്ര കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും കളയണ്ട, നമുക്ക് മസാലയിലേക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് നല്ലോണം വെറ്റിച്ചെടുക്കാമെന്ന് കേട്ടോ. ബീഫിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും ഇതിൽ നല്ലോണം പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ 4:30 ആവാനാകുമ്പോൾ 4:20 ആവാനാകുമ്പോൾ നമ്മൾ ജോലിയെല്ലാം തുടങ്ങും കേട്ടോ. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഏകദേശം നല്ലോണം ഒന്ന് വഴണ്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിലെ പേസ്റ്റ് ഇല്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് അതും കൂടി ഇട്ടിട്ട് ഞാൻ ഫുള്ള് ഇടുന്നില്ല കേട്ടോ, കുറച്ച് മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണലും മാറുന്നതിന് നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. ഏകദേശം അതിൻ്റെ നല്ല പച്ചമുളകും മാറി നമ്മുടെ ഉള്ളിൽ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അന്നേരം നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ഉള്ളി ഞാൻ ഏകദേശം ഒരു 1/4 ഭാഗം ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പൊരിച്ചിട്ടാണ് കേട്ടോ മസാലയിലേക്ക് ചേർക്കൽ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി പൊരിച്ചത് എപ്പം മസാലയിൽ കുറച്ചധികം ചേർത്താൽ നല്ല രസമായിരിക്കും മസാല കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നേരെ പകുതി വേണം. ഞാൻ ഏകദേശം 3/4 ഭാഗം ഉള്ളിയും വഴറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഉള്ളിയാണ് നമ്മൾ പൊരിക്കാൻ വെച്ചിട്ട്. നിങ്ങൾക്ക് നേരെ പകുതി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഉള്ളി പൊരിച്ചത് എത്രയും ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റാണ് നമ്മളെ മസാല കേട്ടോ ബിരിയാണീൻ്റെ. അപ്പോൾ ഒരു തക്കാളിയും ചേർത്തിട്ട് നല്ല തക്കാളിയിൽ നല്ലോണം ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബീഫ് ബിരിയാണിക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് നല്ലോണം വേണ്ടത്. മുളക് പൊടി ഞാൻ എപ്പോഴും ചേർക്കില്ല, ഇടയ്ക്ക് ജസ്റ്റ് ചേർത്ത് കൊടുക്കലുണ്ട്, കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. മുളക് പൊടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി മുളകാണ്. എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ബീഫ് അതിൻ്റെ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുത്ത് കേട്ടോ. ഇനി ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളെ വെള്ളം വെറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ അതിൽ കുറുക്കിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കറിവേപ്പിലയെല്ലാം ഇട്ട് കൊടുത്താൽ നമ്മളെ ബീഫ് മസാല റെഡിയാവും. ഈ ഒരു ടൈം നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്യാം. പക്ഷെ ഉപ്പ് നമുക്ക് ഇടേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഏകദേശം കറക്റ്റ് ഉപ്പെല്ലാം ഞാൻ ബീഫിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി വറ്റുമ്പോൾ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഉപ്പെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടൈം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലും മല്ലിച്ചപ്പും നല്ലോണം ചേർത്ത് കൊടുത്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മളെ ബീഫിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം തന്നെ ഞാൻ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ ചെയ്തത്.
എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടൈം നമ്മൾ അതായത് നെയ്ച്ചോറ് ദമ്മിടുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കും. അപ്പം നമ്മൾ പണി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ. ചില ആൾക്കാർ രാത്രിത്തേക്കുള്ള ഫുഡ് വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ബിരിയാണി, നമ്മൾ ചപ്പാത്തി അങ്ങനത്തെ എല്ലാം ആണെങ്കിൽ രാത്രി നമ്മൾ ഏകദേശം മഗ്‌രിബ് നിസ്കാരം അല്ലെങ്കിൽ 7:30 ആ ഒരു ടൈമാണ് ഉണ്ടാക്കൽ. ആ ഒരു ടൈമാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, കുറച്ച് ഉള്ളി പൊരിക്കില്ല, അതിൽ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക. അതാ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 7:15 അങ്ങനെ ആയിട്ടില്ലോ. അപ്പോൾ അതിൻ്റെ ഇടെ ആ ഒരു ടൈം തന്നെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യുക, ഉള്ളിലൂടെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഉള്ളി പൊരിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ എരിഞ്ഞു പോകും. അപ്പോൾ ഗീ ഒഴിച്ചിട്ടാണ് ഞാനിവിടെ പൊരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വന്നിട്ട് ആ കരിയെല്ലാം കഴുകി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് അങ്ങനെ കഴുകി തരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിലൂടെ പൊരിച്ചിട്ട് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ തന്നെ കേട്ടോ നമ്മൾ ബിരിയാണി വെക്കാൻ പോകുന്നത്, റൈസ് ഉണ്ടാക്കാനും പോകുന്നത്. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ ഗീയും അതുപോലെ തന്നെ ഓയിലെല്ലാം മിക്സാക്കി ആ ഓയിലില്ലേ അതിലേക്ക് തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതായതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ കുറച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നേരത്തെ പൊരിച്ചുള്ളില്ലേ അതിന് ഞാൻ ഇട്ട് കൊടുക്കിയത് കേട്ടോ. ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഞാൻ നേരത്തെ പൊരിച്ചുള്ളി ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് വീണ്ടും കട്ട് ചെയ്യല്ലേ മടിക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 പാട്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കാനെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെസിപ്പി പറയുന്നില്ല കേട്ടോ നെയ്ച്ചോറിൻ്റെ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൻ്റെ വെള്ളമെല്ലാം തിളക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് മസാല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ വൈകുന്നേരം ഉണ്ടാക്കിയല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടാണ് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കാണ്ട് ദമ്മിടുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് ഭക്ഷണത്തിൽ വേഗം നമ്മൾ മോശമായി പോകില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കിയിട്ട് തന്നെ നമ്മൾ നല്ല ചൂടോടെ തന്നെ ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ചൂടായിട്ട് വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് തിളച്ചിട്ടും വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ഉള്ളിയും കൂടി ഇടാനുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ ആ മസാലയിൽ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഉള്ളിയിലും നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന ആ ഒരു പാത്രത്തിലല്ലേ നമ്മൾ ഉള്ളി പൊരിച്ചെടുത്തത്. അപ്പോൾ അത് അതിന് ശേഷം ജസ്റ്റ് മസാല നല്ലോണം ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ അന്നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാല എന്തായാലും നമ്മൾ ഉള്ളി പൊരിച്ചതും കൂടി ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി പൊരിച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മസാലയെല്ലാം നല്ലോണം ചൂടായിട്ട് വരുന്നുണ്ട്. നമ്മളെ വെള്ളവും നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നല്ലോണം തിളച്ചിട്ട് നമ്മൾ അരിയിലിട്ടിട്ട് ഒന്ന് നമ്മളെ നെയ്ച്ചോറ് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അരി ഇട്ട പാടന്നെ പിന്നെ ഞാൻ ഇളക്കിയിട്ട് ജസ്റ്റ് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഉമ്മ എന്നിട്ട് നെയ്ച്ചോറിൻ്റെ കാര്യം നോക്കി നമുക്കൊക്കെ പിന്നെ ബാക്കി അങ്ങോട്ടുള്ള പരിപാടിയൊന്നും നമുക്കറിയില്ല. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മ ദമ്മിടയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത്. നെയ്ച്ചോറ് അതിന് ശേഷം അതിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ട് താഴെ നമ്മൾ ഒരു ലെയർ നെയ്ച്ചോറ് വെക്കും. പിന്നെ അതിൻ്റെ മേലിൽ മസാല, പിന്നെ വീണ്ടും നെയ്ച്ചോറ്, അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഉള്ളിയും അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ദമ്മിടൽ പരിപാടി അല്ലെങ്കിൽ അതിന് ശേഷം നമ്മൾ കിച്ചണിൽ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. എവിടെയെങ്കിലും ക്ലീൻ ചെയ്താൽ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് കിച്ചണിൽ ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ ബിരിയാണി നല്ല അടിപൊളി ആയിട്ടില്ല ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഇത് ബീഫ് ബിരിയാണിയും നമ്മുടെ കല്യാണ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ബത്തക്കയും കഴിച്ചിട്ടേ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ അങ്ങ് കിടന്നുറങ്ങി എന്താ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.